മിനിസ്റ്റർ, ഇന്നിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് വരുന്നൊരു ദിവസമാണ് സർക്കാരിനെ സംബന്ധിച്ച്. ഒരു മാറ്റവുമില്ലാതെ 2016 മുതൽ മലയാളി ശീലിച്ചതാണത്. എല്ലാ വർഷവും ഈ വെറുതെ ആഘോഷമല്ല, വാർഷികാഘോഷമല്ല, അതിനൊപ്പം ചെയ്ത കാര്യങ്ങൾ തന്നെ ജനങ്ങളോട് പറയുന്നത്. അപ്പോൾ അതിന് സത്യത്തിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ കുട്ടികൾ പ്രോഗ്രസ് റിപ്പോർട്ട് വരുന്ന ദിവസം രക്ഷിതാക്കളുമായി ഇത് ഒപ്പിടാൻ പോകുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥയുണ്ട്. ഏതായാലും സർക്കാരിന് അങ്ങനെ ടെൻഷൻ ഇല്ലാന്ന് എനിക്കറിയാം. പക്ഷേ എത്രമാത്രം ആത്മവിശ്വാസമുണ്ട് ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ? ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു വേറിട്ട വെർഷനാണ് കേരളത്തിലെ പ്രോഗ്രസ് കാർഡിൻ്റെ അവതരണം. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുകയല്ല, പക്ഷേ സാധാരണ ജനാധിപത്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു ആളുകൾക്കിടയിലുള്ള ഒരു പൊതുവായ അഭിപ്രായം, ഒരാളെ 5 വർഷത്തേക്ക് ജയിപ്പിച്ചാൽ പിന്നെ അയാളെ വിലയിരുത്താൻ ജനങ്ങൾക്ക് ഒരവസരവും അവരുടെ മുമ്പിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഒരാൾ ജയിച്ചു പോയാൽ ആ ഗവൺമെൻറ്റിൻ്റെ കാലാവധി വരെ MLA ആയിട്ടോ മന്ത്രിയായിട്ടോ തുടരാനുള്ള അവസരം ഉണ്ടാകും. അങ്ങനെയാണ് ഒരു ജനാധിപത്യ പ്രക്രിയ എന്ന് വരെ ജനാധിപത്യത്തിൻ്റെ വേറെ ഒരു തലത്തിലുള്ള മൂല്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവരുണ്ട്. പക്ഷേ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം ഒരു ഗവൺമെൻറ്റിൻ്റെ ആത്മവിശ്വാസമാണത്. 9 വർഷക്കാലത്തിനിടയിൽ കോവിഡിൻ്റെ കഠിനമായിട്ടുള്ള ഭീകരതയ്ക്കിടയിലും പ്രളയത്തിൻ്റെ കുത്തൊഴുക്കിനിടയിലും എല്ലാ വർഷവും തങ്ങളുടെ പ്രോഗ്രസ് കാർഡ് പ്രകടന പത്രികയിൽ പറഞ്ഞതിനെ കൂടി കണക്ട് ചെയ്തുകൊണ്ട് കേരളത്തിൽ അവതരിപ്പിക്കാൻ ഒരു മുഖ്യമന്ത്രി ചങ്കൂറ്റത്തോടെ നേതൃത്വം നൽകുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. സ്വാഭാവികമായിട്ടും 2 തരത്തിൽ ഇപ്പോൾ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിക്കുമ്പോൾ പ്രോഗ്രസ് കാർഡിൽ പേര് രേഖപ്പെടുത്തുന്ന കുട്ടികൾക്കുള്ള ടെൻഷൻ ഞങ്ങൾക്കില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്നത് പ്രോഗ്രസ് കാർഡിൻ്റെ അവസാനത്തെ മൊമെൻറ്റിലല്ല എന്നുള്ളത് കൊണ്ടാണ്. എല്ലാ മാസവും എല്ലാ ദിവസവും സ്വയം വിലയിരുത്തപ്പെടുകയും പ്രോഗ്രസ് കാർഡ് എന്ന ഒന്ന് അവസാനം ഇറങ്ങുന്നുണ്ടെന്ന നല്ല ബോധ്യം ഉണ്ടാവുകയും. അപ്പോൾ അതായത് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കടക്കം മന്ത്ലി ടെസ്റ്റ് ഉണ്ട്. അതിൽ നിന്നൊക്കെയാണ് ഒരു വാർഷിക പ്രോഗ്രസ് റിപ്പോർട്ടിലേക്ക് വരുന്നത്. മാത്രമല്ല, വാർഷിക പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ട് എന്ന് തന്നെ പ്രഖ്യാപിക്കുന്നത് യഥാർത്ഥത്തിൽ മന്ത്രിമാർക്ക് മാത്രമല്ല, മന്ത്രിമാർ നയിക്കുന്ന വകുപ്പുകൾക്ക് കൂടി പിന്നെ അത് കൃത്യമായി രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രേരണയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങൾ കൃത്യമായി പോകുന്നുണ്ടെന്ന് മാത്രമല്ല, ഇത് തുടർച്ചയായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഏറ്റവും അവസാനം 5 കൊല്ലം കഴിയുമ്പോൾ 5 കൊല്ലം മുമ്പ് ഇറക്കിയ ഒരു പ്രകടന പത്രികയെക്കുറിച്ച് ഓർക്കുകയല്ല, 5 കൊല്ലത്തിലെ എല്ലാ ദിവസവും ഈ പ്രകടന പത്രികയെക്കുറിച്ച് ഓർത്തിരിക്കാൻ ഒരു ഗവൺമെൻറ് ഉണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനെ അതിലെ ഓരോ മന്ത്രിമാരെയും ഒരു കുട്ടിയുടെ, ഒരു വിദ്യാർത്ഥിയുടെ മുൻപിലെ വിഷയങ്ങളായിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്താൽ എല്ലാ വിഷയത്തിനും മികച്ച മാർക്ക് കിട്ടിയാലേ ഫുൾ A+ കിട്ടൂ എന്ന് പറയുന്ന പോലെ എല്ലാ വിഷയങ്ങളുമാകുന്ന എല്ലാ മന്ത്രിമാർക്കും ഈ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ സർക്കാരിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നത് പോലെ A+ കിട്ടൂ. അപ്പോൾ ആ നിലയിൽ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ A+ എല്ലാ സബ്ജക്റ്റുകൾക്കും അഥവാ മന്ത്രിമാർക്കും മന്ത്രാലയങ്ങൾക്കും ഉണ്ടാകുമോ? അല്ല, ഈ പ്രോഗ്രസ് കാർഡിനകത്ത് മാർക്കിടുന്നവർക്ക് തന്നെ പ്രധാനപ്പെട്ട പ്രശ്നമൊന്നുണ്ട്. കാരണം പ്രോഗ്രസ് കാർഡ് നമ്മൾ ബേസ് ചെയ്യുന്നത് പ്രകടന പത്രികയാണെങ്കിൽ വകുപ്പുകൾ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതുക്കും മീലെയാണ്. അതായത് പ്രോഗ്രസ് കാർഡിൽ പറഞ്ഞ കാലത്തുണ്ടാകുന്ന ഭാവനകളെക്കാൾ കൂടുതൽ ജനങ്ങളുടെ മുമ്പിലേക്ക് പുതിയ പ്രശ്നങ്ങളെ കൊണ്ടുവരിക, അതാണ് അവരുടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ഇങ്ങനെ ഓരോ വകുപ്പിനും എല്ലാം പറയുന്നുണ്ടാവും. നമ്മളിപ്പോൾ റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സർവേയും പട്ടയവും ഒക്കെ ആയിരുന്നു പ്രധാനപ്പെട്ട വിഷയമായിട്ട് അവതരിപ്പിച്ചതെങ്കിൽ അതിനേക്കാളൊക്കെ എത്രയോ ഉയർന്ന തലത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ November 1 കേരളം കാത്തിരിക്കുന്ന ഏറ്റവും വലിയ പരിപാടി അതിദാരിദ്ര്യത്തിൽ നിന്ന് ലോകത്താദ്യമായി മോചിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറുമ്പോൾ എല്ലാ വകുപ്പുകൾക്കും അതിൻ്റെ കോൺട്രിബ്യൂഷൻ നടത്തുന്നതോടൊപ്പം ഓരോന്നും പുതിയതായിട്ട് അവർ കണ്ടുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ റവന്യൂ വകുപ്പ് November 1 2025 November 1 കണ്ടുവയ്ക്കുന്ന അതിദാരിദ്ര്യ വിമോചനം എന്ന പുതിയ നിർമ്മാർജ്ജനമെന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത പ്രവർത്തനത്തിനോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി, ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരുപക്ഷെ എല്ലാ ദിവസവും സർക്കാർ ഓഫീസുകളിൽ കയറി പോകാത്ത വിധം എല്ലാവരുടെ കയ്യിലും ATM പോലെ ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു എന്നുള്ളൊരാശയമാണ്. ഇങ്ങനെ ഓരോ വിധത്തിലും പ്രകടന പത്രികയിൽ സൂചിപ്പിച്ചതിനേക്കാൾ ഉയർന്ന വിധത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് A+നും ഒരു മാർക്കുണ്ട്, അതും കടക്കുകയാണ് ഡിപ്പാർട്ട്മെൻറ്റുകൾ. അത് വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൃത്യമായ വിലയിരുത്തലോടെ ഒരു ഗവൺമെൻറ് നടത്തുന്ന തികച്ചും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. പക്ഷേ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്ത് കാട്ടിയിട്ടില്ലെങ്കിൽ പോലും ആ പ്രോഗ്രസ് റിപ്പോർട്ടും ആളുകൾ വിലയിരുത്തുന്ന വേറൊരു കൂട്ടർ കൂടിയുണ്ട്. അത് പ്രതിപക്ഷമാണ്. അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എങ്ങനെയാകും അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് മന്ത്രിയുടെ ഒരു വിലയിരുത്തൽ.
അല്ല, ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പ്രോഗ്രസ് കാർഡ് എല്ലാ വർഷവും ഞങ്ങൾക്ക് പുറത്തിറക്കാൻ ഒരു മടിയില്ല. കാരണം ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട്. വിമർശനത്തിന് വിധേയമാകേണ്ടി വന്നാൽ അത് ഞങ്ങൾ വിധേയരാകേണ്ടവരാണെന്നൊരു ധാരണയുണ്ട്. പ്രതിപക്ഷം ഒരു പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കുമോ എന്നുള്ള ചോദ്യത്തിന് അവരുത്തരം പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം 10 കൊല്ലമായി എല്ലാ വർഷവും ഓമനിച്ചു കൊണ്ടുവരുന്ന ആരോപണങ്ങളൊന്നും പിന്നെ ഈയാമ്പാറ്റയുടെ ആയുസ് പോലും ഇല്ലാത്ത വിധത്തിൽ പൊലിഞ്ഞു പോകുന്നു എന്നുള്ളൊരു പ്രശ്നം ഗവൺമെൻറ് അല്ല പ്രതിപക്ഷത്തിനുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ ഒരു നാടിനെ ഹൃദയത്തിൽ തൊട്ടിട്ടുള്ള വികസനമാണെങ്കിൽ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെയും ലക്ഷ്യം അതാകേണ്ടതാണ് കേരളത്തിൽ. പക്ഷെ പ്രതിപക്ഷം ലക്ഷ്യം വെച്ചത് അപ്രഖ്യാപിതമായി പ്രതിപക്ഷം പ്രഖ്യാപിച്ച പ്രകടന പത്രികയിലുള്ളത് എങ്ങനെയും ഈ ഗവൺമെൻറ്റിനെ ആക്രമിക്കാവുന്ന ഓരോ സാധ്യതയും. അതിലാണ് ഞാൻ സാധാരണ പ്രതിപക്ഷത്തിൻ്റെ പ്രോഗ്രസ് കാർഡ് ഉണ്ടാകേണ്ടത് ജനങ്ങൾക്ക് ലഭ്യമാകുന്നൊരു നേട്ടത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും. ഉദാഹരണത്തിന് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ കഴുത്തും ചരിച്ചു കൊല്ലാൻ 3 നിലപാടുകൾ എടുക്കുന്നു. ഒന്ന്, സാമ്പത്തികമായി പ്രതിരോധിക്കുക. 2 ഏജൻസികളെ വിട്ടുകൊണ്ട്, അന്വേഷണ ഏജൻസികളെ വിട്ടുകൊണ്ട് ആക്രമിക്കുക. 3, ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരിക്കലും കാണാത്തതുപോലെ ഭരണഘടനയിൽ ചെറിയ അധികാരം കൊടുക്കുകയും എന്നാൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കുകയും ചെയ്ത ഗവർണർ ഉപയോഗിച്ചുകൊണ്ട് നിയമനിർമ്മാണ സഭകളെ പോലും മറികടക്കുക. ഈ 3 പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ ഒരു നാടിനെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് അതിനെ മറികടക്കാൻ ഒരു സംസ്ഥാനം ഒരുങ്ങുമ്പോൾ ഞങ്ങൾ ഇന്നത് ചെയ്തതുകൊണ്ടാണ് അതിനെ മറികടക്കാൻ കഴിഞ്ഞത് എന്ന് വാദിക്കലായിരിക്കും സാധാരണ പ്രതിപക്ഷം. ഇവർ ചെയ്യുന്നത് ഞങ്ങൾക്ക് എത്ര ആരോപണങ്ങൾ ഉന്നയിക്കാൻ പറ്റിയിട്ടുണ്ട്, എത്ര മന്ത്രിമാരെ മുൾമുനയിൽ കോർക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതിലാണ്. പക്ഷേ അതാണ് അവർ വിജയത്തിൻ്റെ പ്രോഗ്രസ് കാർഡായി കാണുന്നതെങ്കിൽ ജയിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ, മിനിമം മാർക്ക് പോലും പേടിക്കാൻ പറ്റാത്ത വിധത്തിൽ ദുർബലമായി പോയി എന്നാണ്. ഈ പ്രതിപക്ഷം ഒട്ടേറെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണങ്ങൾ ഒന്നും വിജയിപ്പിച്ചെടുക്കാനോ ജനങ്ങൾക്കിടയിൽ ആധികാരികമായി നിങ്ങളെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനോ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു കാര്യം സർക്കാരിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ദേശീയപാതയിൽ ചില ഭാഗങ്ങളുണ്ടായ വിള്ളലും അല്ലെങ്കിൽ മണ്ണിടിച്ചിലും എന്നത് പ്രതിപക്ഷ നേതാവ് തുടങ്ങി വെച്ചത് തന്നെ അത് തിരുവനന്തപുരത്തേക്ക് തിരിക്കും വിധത്തിലേക്കാണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ വീഴ്ചയാണ്. ക്രെഡിറ്റ് എടുക്കുന്ന സംസ്ഥാന സർക്കാർ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കണം എന്നൊരു മനോഭാവം പ്രതിപക്ഷത്തിനുണ്ട്. അപ്പോൾ ഇതിലെല്ലാം പ്രതിപക്ഷത്തിൻ്റെ സ്റ്റാൻഡ് സർക്കാർ എങ്ങനെയാണ് കാണുന്നത്? ജനങ്ങൾക്ക് മുമ്പിൽ എത്രമാത്രം അത് ഏശിയിട്ടുണ്ട്? ദേശീയപാത നിർമ്മാണത്തിൽ കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചുമതല ഏറ്റവും ഗൗരവമായി മറ്റേത് സംസ്ഥാനത്തെക്കാൾ നന്നായി നിർവഹിച്ച സംസ്ഥാനമാണ് കേരളം. അത് ഒരിക്കലും കേരളത്തിൽ ദേശീയപാത നിർമ്മാണം പൂർത്തിയാകാൻ പറ്റാത്ത വിധത്തിൽ ഭൂമി എടുക്കലുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടായപ്പോൾ 6000 കോടി രൂപയോളം വരുന്ന 25% തുക കൊടുത്ത് വേഗതയിൽ കേരളത്തിന് അതിൻ്റെ വഴി തുറന്നിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു സംസ്ഥാനം ചെയ്യേണ്ട സ്വാഭാവികമായിട്ടുള്ള ചുമതല. നിതിൻ ഗഡ്കരിയും അദ്ദേഹത്തിൻ്റെ വകുപ്പും ഞങ്ങളേൽപ്പിച്ച കരാറുകാർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് കണ്ട് ആ കരാറുകാരെ കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള നടപടിയെടുക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സംഘത്തെ തന്നെ പഠനത്തിന് വേണ്ടി വിനിയോഗിക്കുകയും ഇങ്ങനെയാകാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ അവർ പറയുന്നതല്ല ശരി, ഇവിടെയാണ് കുത്തേണ്ടത് എന്ന് പറയുന്നത്. ഞാൻ അതുകൊണ്ട് പ്രതിപക്ഷത്തിനോട് ഈ ഘട്ടത്തിൽ പറയാനുള്ള ഒരേ ഒരു പ്രശ്നം, അതിനേക്കാൾ ഉപരി പ്രതിപക്ഷ നേതാവിനോട് ഈ വിഷയത്തിൽ കേരളത്തിൻ്റെ റവന്യൂ മന്ത്രിക്ക് ചോദിക്കാനുള്ളത് എന്താ? അല്ല, ഞാൻ പറഞ്ഞത് പ്രതിപക്ഷത്തിനോടുള്ള ഒരു അഭ്യർത്ഥനയോ ഒരു ആശയമോ, നിങ്ങൾ സ്വാഭാവികമായിട്ടും നിയമസഭയിൽ ഭരണപക്ഷത്തിൻ്റെ പ്രതിപക്ഷമാകണം. അത് നിങ്ങളുടെ ചുമതലയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിപക്ഷമായ ഐക്യ ജനാധിപത്യ മുന്നണി വരുന്നതിൽ ഒരു തകരാറും ഞങ്ങൾക്കില്ല. പക്ഷേ 3.5 കോടി മലയാളികളുടെ പ്രതിപക്ഷമാകുന്നത് എന്തിനാണ്? 3.5 കോടി മലയാളിയെ ചെറുക്കാനുള്ള പ്രതിപക്ഷമാകാൻ പാടില്ലല്ലോ. ഇവിടെ ദേശീയപാതയിൽ ഒരു വിള്ളലുണ്ടായി, ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിൽ കരാറ് കമ്പനി നടത്തുന്ന അനാസ്ഥയ്ക്കെതിരെ ഇതിൻ്റെ ചുമതലക്കാരായ കേന്ദ്രം പോലും പറയുമ്പോൾ കേരളത്തെ കുറ്റപ്പെടുത്തുക എന്ന ഏകപക്ഷീയതയിലേക്ക് അത് കടക്കുന്നത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഏതെങ്കിലും വിധത്തിൽ പ്രതിപക്ഷം എന്ന് പറയാനുള്ള കരുത്ത് നഷ്ടപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടും പ്രതിപക്ഷത്തിനോടും പറയാനുള്ളത്, പണ്ടും ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്, കേരളത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പൊതുപ്രവർത്തനങ്ങളിൽ കേവലമായ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അതിർവരമ്പുകളില്ലാത്ത വിധം നമുക്ക് നിൽക്കണം. അത് നിൽക്കലാണ് ഏറ്റവും പ്രധാനം. സ്വാഭാവികമായിട്ടും ഇവിടെ മാത്രമാണോ ഈ നേരത്തെ മുതൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നത്? മണ്ണുത്തി മുതൽ വടക്കുംചേരി വരെയുള്ള പാതയിൽ അതനുഭവിച്ചിരുന്ന ഒരാളാണ് ഞാൻ. മണ്ണുത്തി മുതൽ വടക്കുംചേരി വരെയുള്ള പാതയിൽ തുടർച്ചയായ സമരങ്ങളല്ലേ കേരളത്തിലന്ന്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉൾപ്പെടെ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഞാൻ ഉൾപ്പെടെ പങ്കാളിയായിക്കൊണ്ട് വലിയ സമരങ്ങളല്ലേ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. ഇപ്പോഴും പിന്നെ ആ പാതയിൽ സ്വാഭാവികമായിട്ടുള്ള നീർച്ചാലുകളുടെ ലംഘനം, കൃഷി നഷ്ടപ്പെടുത്തൽ, വിളക്ക് വയ്ക്കാത്ത നടപടി, ഇതിനൊക്കെ എതിരെയുള്ള വലിയ സമരങ്ങൾ നടത്തുകയല്ലേ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കരാർ ഉറപ്പിച്ചതാണല്ലോ നമ്മൾ എടപ്പള്ളി മുതൽ മണ്ണുത്തി വരെയുള്ള പാത. ആ പാതയിൽ ഇപ്പോഴും തുടർച്ചയായി കരാർ ലംഘനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു കാഴ്ചയാണ്. അതിനെതിരായിട്ടുള്ള വലിയ സമരങ്ങൾ നടക്കുകയല്ലേ. അപ്പോൾ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൽ ഈ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യമല്ല വയ്ക്കേണ്ടത്. കേരളത്തിന് എങ്ങനെ ഇതിനെ മറികടക്കാം എന്ന ആലോചനയാണ് നടത്തേണ്ടത്. ഒരു ഭൂമി കേരളം പണം കൊടുത്ത് ഏറ്റെടുത്തു. ആ ഭൂമിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വേഗതയിലാക്കാൻ തുടർച്ചയായിട്ടുള്ള യോഗങ്ങൾ നടത്തി അതിനുള്ള സംവിധാനം ഒരുക്കി. അതൊരു തെറ്റാണെന്നാണോ? അതുള്ളത് കൊണ്ട് ഇതിൻ്റെ ആകെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെന്നുള്ള തരത്തിൽ ഒരു പ്രചാരണം നടത്താനാണ് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത്. അരിഭക്ഷണം കഴിക്കുന്ന ആർക്കും അത് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ കരാർ ആരാണ് ഏൽപ്പിക്കുന്നത്? ഈ കരാർ കമ്പനിയെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ ഇപ്പോഴല്ല, UDF ഭരിക്കുമ്പോൾ പിന്നെ കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദേശീയപാതയുടെ നിർമ്മാണം നടത്തിയ ആരാണ്? അതിൽ കരാർ വയ്ക്കാൻ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ കേരളത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ദേശീയപാതകളിൽ ടോൾ പിരിക്കുന്ന ചില സ്ഥലങ്ങളിൽ ജില്ലാ കളക്ടർമാരുൾപ്പെടെ എടുത്ത് ചില ഘട്ടങ്ങളിൽ അത് തുറന്നു വിടണം എന്ന് നിർദ്ദേശിക്കുമ്പോൾ അടിയന്തരമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് അല്ലേ ഇടപെടുക? അതിനുള്ള സാഹചര്യം ഇല്ല. കേരളം പറയുന്നത് പോലെയല്ല, അതിനുള്ള സാഹചര്യം ഇല്ല. ഞാൻ നേരിട്ട് അനുഭവസ്ഥനാണ്. മണ്ണുത്തി മുതൽ വടക്കുംചേരി വരെയുള്ള പാതയിൽ ഞാൻ MLA ആയിരിക്കുമ്പോൾ, ചീഫ് വിപ്പ് ആയിരിക്കുമ്പോൾ എത്ര തവണയാണ് തുടർച്ചയായി കേരള ഗവൺമെൻറ് കേന്ദ്രത്തിനോട് അഭ്യർത്ഥിക്കുകയും അവരെ കൊണ്ടുവരികയും ചെയ്ത്. ഈ ഗവൺമെൻറ്റുള്ള കാലത്ത് കുതിരാൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ നേതൃത്വപരമായൊരു പങ്ക് കേരളം വഹിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ഉണ്ടാകുന്ന ഓരോ ഇടിച്ചിലിനും കേരളം ഉത്തരവാദിത്തമാണെന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ് പൂർണ്ണമായിട്ടും നടത്തേണ്ട ഒരു ജോലിയിൽ ഉത്തരവാദിത്വം ഉണ്ടായ കരാറുകാരനാണ്. ആ കരാറുകാരനെ ഏൽപ്പിക്കുന്ന ആരാണ്? അതായത് എന്ന് വെച്ചാൽ ഇപ്പോഴുണ്ടായ ഈ സാഹചര്യത്തിൽ ശാസ്ത്രീയമായി ഇത് പരിശോധിക്കുക, വേണ്ട പരിഹാരം ചെയ്യുക എന്ന ചുമതലപ്പെട്ടവർ ചെയ്യുകയും അതിലേക്ക് അവരെത്തുന്നുണ്ട് എന്ന മേൽനോട്ടം സംസ്ഥാന സർക്കാർ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണോ മന്ത്രി പറയുന്നത്? സംസ്ഥാന ഗവൺമെൻറ് ശക്തമായി കേരളത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ മേൽനോട്ടം കൊണ്ടുപോകും. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്വം ദേശീയ ഗവൺമെൻറ്. ഏത് നടപടിയും ആ കരാറുകാർക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് സാധ്യമല്ല. ഇപ്പോൾ ഡിബാർ ചെയ്തത് കേന്ദ്ര സർക്കാരാണ്, അല്ലെങ്കിൽ ദേശീയ ഉപരിതല ഗതാഗത വകുപ്പാണ്, NHAI ആണ് കോൺട്രാക്ടിംഗ് കമ്പനിയെ ഡിബാർ ചെയ്തത്. അതല്ല, കേന്ദ്ര ഗവൺമെൻറ് ഡിബാർ ചെയ്തതിലൂടെ തന്നെ വളരെ പരസ്യമായി നാട്ടിലെ ആളുകൾക്ക് ബോധ്യപ്പെടുന്നത്, അല്ലെങ്കിലും ആളുകൾക്ക് ബോധ്യപ്പെടും, ഇത് ചുമതല ആരാണോ ഏൽപ്പിച്ചത് അയാളാണ്, ആ വകുപ്പാണ്, ആ വിഭാഗമാണ് അതിന് ഉത്തരവാദിത്തം പറയേണ്ടത്. ഞാൻ പറഞ്ഞത് ഇത്തരം ഗൗരവമായൊരു കാര്യത്തിൽ പോലും യഥാർത്ഥ ഉടമസ്ഥനെ, ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിക്കകത്ത് എല്ലാ ഘടകകക്ഷികളും കേരള ഗവൺമെൻറ്റിനെതിരെ അല്ലല്ലോ ശബ്ദം ഉയർത്തുന്നത്. അത് യാഥാർത്ഥ്യങ്ങൾ കണ്ടറിയാൻ ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഏകപക്ഷീയത നാട്ടിലെല്ലാവരും ഒരുപോലെ ഏറ്റെടുക്കും എന്ന് കരുതാനാകില്ല എന്നുള്ളതിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രതികരണമല്ലേ അത്? അതിപ്പോൾ ഉദ്ദേശിച്ചത് ഇപ്പോൾ ലീഗ് അതിനകത്ത് നിതിൻ ഗഡ്കരിക്ക് പരാതി കൊടുത്തതുമായി ബന്ധപ്പെട്ടാണോ മീൻസ് ആ ഒരു കമൻറ്റ് നടത്തിയത്? അല്ല, ഞാൻ പറഞ്ഞത് ലീഗ് അങ്ങനെ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത്. അങ്ങ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിൻ്റെ ഏകകണ്ഠമായ അഭിപ്രായമല്ലെന്നും പ്രതിപക്ഷ നേതാവിൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള ധാരണയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഞാൻ പറയുന്നത് ഇപ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസ് സമരം നടത്തി, കരാർ കമ്പനിക്കെതിരല്ലേ യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത്? സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ നടത്തേണ്ടത്? അത് നടത്തുന്ന കരാർ കമ്പനിക്കെതിരായിട്ടല്ലേ നടപടി ഉണ്ടാകേണ്ടത്? ഞാൻ പറഞ്ഞത് ഈ പ്രതിപക്ഷ നേതാവ് ഗവൺമെൻറ്റിനെതിരെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ സംസ്ഥാന സർക്കാരിലേക്ക് മുനവെച്ച് സംസ്ഥാന സർക്കാരിന് ഒരു കുഴപ്പം ദോഷം ഉണ്ടാകുന്നെങ്കിൽ ആകട്ടെ എന്ന തരത്തിൽ അതിനെ ഉപയോഗിക്കുകയാണോ? മാത്രമല്ല, കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെയോ ഒരുപറ്റം മാധ്യമങ്ങളുടെ ഒരു പൊതുചിന്ത ഈ വികസനങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു വിള്ളൽ വീണാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ച് നിന്ന മനുഷ്യരെ ഇതിലൂടെ കാണാൻ കഴിഞ്ഞോ എന്നുള്ളതാണ്. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എന്നാലും പ്രതിപക്ഷ നേതാവിൻ്റെ വർത്തമാനമനുസരിച്ച് നിങ്ങൾ മാധ്യമങ്ങൾ കൂടി കുറ്റക്കാരാകുന്ന ഒരു പ്രചരണമാണല്ലോ കേരളത്തിൽ നടക്കുന്നതെന്ന് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തരം താഴുമോ? ഇപ്പോൾ ദേശീയപാതയ്ക്കെതിരായി ഒരു മാധ്യമം ദേശീയപാത വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തി ഒരു മാധ്യമം പറയുന്ന റിപ്പോർട്ടിന്
UDFിൻ്റെ ഓഫീസിൽ നിന്ന് പൈസ കൊടുത്തു മാധ്യമങ്ങൾക്ക്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ഒരു സ്പോൺസേഡ് ആണെന്ന് ഞങ്ങൾ പറയില്ലല്ലോ. മാധ്യമങ്ങൾ പലപ്പോഴും ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനുള്ള ബോധപൂർവമായിട്ടുള്ള ആലോചനകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഏതിലാണ് അന്തിമമായ വിജയമായി കരുതി കാണുന്നത്? നമ്മളെല്ലാം സങ്കടപ്പെടുത്തിയ ഒരു ഘട്ടമേ ഉള്ളൂ. അത് ചൂരൽമലയിൽ കേരളത്തിന് കിട്ടേണ്ട ആവശ്യത്തെക്കുറിച്ച് കൊടുത്ത മെമ്മോറാണ്ടത്തെ പോലും കുഴിക്ക് തലയെണ്ണി കാശ് മേടിച്ചു ഗവൺമെൻറ് എന്ന് പറയും വിധം ആരോപണങ്ങളുണ്ടായി. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ കഴിഞ്ഞ കുറേ കാലമായി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും വിധത്തിലുള്ള ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടി പറയാൻ സമയം കണ്ടെത്തുക എന്നതിനേക്കാൾ ഉപരിയായി ഞങ്ങൾക്കിനി ചെയ്തു തീർക്കേണ്ട പിന്നെ രണ്ടക്കത്തിൽ താഴെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ പ്രകടന പത്രികയിൽ രണ്ടക്കത്തിൽ താഴെയുള്ളൂ. അതിപ്പോൾ ഇന്ന് പ്രഖ്യാപനത്തോടു കൂടി ബോധ്യമാകും. കാരണം പ്രകടന പത്രിക ഒരു പരസ്യമായ കാര്യമല്ലേ. അപ്പം ഞാൻ ഒന്ന് രണ്ട് നമ്മുടെ ചുറ്റുപാടും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഒന്ന് ചുരുക്കത്തിൽ ഒരു റെസ്പോൺസ് എടുത്തുകൂടി അവസാനിപ്പിക്കാം. ഇതിൽ ഈ ദേശീയപാതയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നാട്ടിൽ ഒരുപാട് സമരങ്ങൾ ഈ അടിപ്പാത അണ്ടർപാസ് വേണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. അതിൽ പോലും നമുക്ക് ആ DPRൽ വലിയ മാറ്റം വരുത്താൻ കഴിയുന്നില്ല. പക്ഷേ കേന്ദ്രമന്ത്രിയായിട്ടുള്ള തൃശ്ശൂർ MP പറയുന്നത് എന്താണ്, DPR ആര് മാറ്റി, DPR എങ്ങനെ മാറ്റി എന്നൊക്കെ അദ്ദേഹം നാട്ടിൽ പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ മറ്റൊരു വെർഷൻ അങ്ങനെയും ഉണ്ടെന്ന് സൂചിപ്പിച്ചതാണ്. ഞാൻ ചോദിച്ചത്, അദ്ദേഹത്തിൻ്റെ തന്നെ ലോകസഭാ മണ്ഡലത്തിലുള്ള മുടിക്കോട് പുതിയ അടിപ്പാത വരുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ തന്നെ മണ്ഡലത്തിലുള്ള വിവിധ സ്ഥലങ്ങളിൽ പുതിയ അടിപ്പാതകൾ ഇടക്കാലത്ത് വരുന്നത് എങ്ങനെയാണ്? അത് തീരുമാനിച്ചത് കേരള ഗവൺമെൻറ് ആണോ? കേരള ഗവൺമെൻറ് ആവശ്യം കർശനമായിട്ട് ഉന്നയിച്ചപ്പോൾ പോലും അത് തിരുത്താനുള്ള അവകാശം കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമാണെന്നാണല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. ചേഞ്ച് ഓഫ് സ്കോപ്പ് എന്ന വിഭാഗത്തിൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ ഉൾപ്പെടുത്തുകയുള്ളൂ. ഇപ്പം ഞാൻ ആ മണ്ഡലത്തിൽ MLA ആയിരിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 3 അടിപ്പാതകളുടെ ആവശ്യത്തിന് വേണ്ടി തുടർച്ചയായിട്ട് നമ്മൾ പറഞ്ഞിട്ടും ചേഞ്ച് ഓഫ് സ്കോപ്പിൽ ഉൾപ്പെടുത്തി എന്നല്ലാതെ അത് തീരുമാനം എടുക്കണമെങ്കിൽ ഉപരിതല മന്ത്രാലയം നടത്തണം. അപ്പോൾ അദ്ദേഹം എന്തായാലും അവിടെയുള്ള നിലയ്ക്ക് നിതിൻ ഗഡ്കരിയോട് ചോദിക്കുകയായിരിക്കും നല്ലത്, DPRൽ ആരാണ് മാറ്റം വരുത്തിയതെന്ന്. ഇവിടേക്ക് എടുത്തിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താം, അതിനൊരു സാഹചര്യം നോക്കണ്ടേ. അതിനൊരു അവസരവും ഞങ്ങൾ തരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കുറവെങ്കിൽ ഇനിയും കൊടുക്കാൻ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അതിന് ഇത്തരത്തിൽ വില കുറഞ്ഞ ആരോപണങ്ങൾ വരുമ്പോൾ ജനമതിനെ വിലയിരുത്തും. ഞങ്ങളത് കാണുക. നേരത്തെ പറഞ്ഞതാണെങ്കിലും ഈ മാധ്യമങ്ങൾക്ക് സർക്കാർ പണം നൽകി അല്ലെങ്കിൽ മാധ്യമങ്ങൾ പണം വാങ്ങി പരസ്യമല്ലാതെ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി പ്രതികരിച്ച ശേഷവും അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പറയാനോ പറഞ്ഞതിനെ ആധികാരികമായി മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയാതെ നിൽക്കുകയാണോ? അല്ല, ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾക്ക് സ്ക്രോൾ എഴുതി കാണിക്കാൻ, മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കാൻ എത്ര പണം കൊടുത്തു എന്ന് മുഖ്യമന്ത്രി പറയണമെന്ന വിചിത്രമായ വാദം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയാണ്. ഒരു ആരോപണം ഉന്നയിച്ചാൽ കോടതിയിൽ പോലും ബർഡൻ ഓഫ് പ്രൂഫ് ആർക്കാണ്. ഒരു ആരോപണം ഉന്നയിക്കാം, ആ ആരോപണത്തിൻ്റെ യാഥാർത്ഥ്യമോ ആരോപണത്തിന് ഉന്നയിച്ചതിൻ്റെ ബേസോ ആരോപണം ഉന്നയിക്കുന്നവൻ വിശദീകരിക്കുക എന്നല്ലാതെ പകലൊരു വെടി പൊട്ടിച്ചിട്ട് അതിന് മറുപടി മുഴുവൻ മുഖ്യമന്ത്രി പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ട എന്ത് ഉത്തരവാദിത്തമുള്ളത്? നിങ്ങൾ പണം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയും അതിൻ്റെ തെളിവ് നിങ്ങൾ തരണം എന്ന് പറയുകയും ചെയ്താൽ വളരെ 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 വിചിത്രമായിട്ടുള്ള അതെന്ന് മാത്രമല്ല, മാധ്യമങ്ങളെ ആകെ അധിക്ഷേപിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കല്ലേ പിന്നെ പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നാണ്. ശരത്ത് കാണേണ്ടത് അങ്ങനെയല്ല. എത്ര പരിശ്രമിച്ചിട്ടും എത്ര കഠിനമായിട്ടുള്ള റിസർച്ചുകൾ തങ്ങളുടെ ശില്പശാലകളിൽ ലബോറട്ടറികളിൽ നടത്തിയിട്ടും വലതുപക്ഷ മാധ്യമങ്ങൾക്ക് പോലും ഈ ഗവൺമെൻറ്റിൻ്റെ ഗുണാംശങ്ങളെക്കുറിച്ച് പറയേണ്ടി വന്നു എന്ന പോയിന്റിലാണ് യഥാർത്ഥം. അല്ല, അങ്ങനെ അവർ പറഞ്ഞപ്പോഴാണ് അതെല്ലാം പണം വാങ്ങിയിട്ടാണ്, പരസ്യത്തിനപ്പുറം പണം വാങ്ങിയിട്ടാണ് എഴുതുന്നതെന്ന് പറഞ്ഞിട്ട് ആ മാധ്യമങ്ങളുടെ തന്നെ ക്രെഡിബിലിറ്റി, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ആ മാധ്യമങ്ങളുടെ കൂടി ചുമലിൽ സഞ്ചരിക്കുന്ന പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ അവരെ അതിഹീനമായി ആക്ഷേപിക്കുന്നത്. അല്ല, യഥാർത്ഥത്തിൽ അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോപണം ശരിയാണെന്ന് ധാരണയുള്ള മാധ്യമങ്ങളുണ്ടെങ്കിൽ അവർ പറയട്ടെ. ഞങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ ഒരു ലോബിയിങ്ങിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പറയേണ്ട ഉത്തരവാദിത്വം ആ മാധ്യമങ്ങൾക്കാണ്. യഥാർത്ഥത്തിൽ മാധ്യമ ഉടമകളും മാനേജ്മെന്റുകളും ആക്ഷേപിതരായി നിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് ആർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്? മുഖ്യമന്ത്രിക്കെതിരെയല്ല, മാധ്യമങ്ങൾക്കെതിരെയാണ്. മാധ്യമ പ്രവർത്തകരുമല്ല, മാധ്യമങ്ങൾ ഒന്നാം പ്രതി എന്ന് പറയാൻ മാധ്യമ മാനേജ്മെന്റുകൾ ഉടമകൾ ഒന്നാം പ്രതി, അതിന്റെ രണ്ടാം പ്രതി കൂട്ടുപ്രതിയായി മാധ്യമ പ്രവർത്തകർ വരുന്നു. 1ഉം 2ഉം പ്രതികൾ ഞങ്ങളല്ല എന്നുള്ള കാര്യം, അതായത് ഗവൺമെൻറ് അല്ല എന്നുള്ള കാര്യം കേട്ടവർക്കെല്ലാം മനസ്സിലായി. മാധ്യമങ്ങൾ പണം മേടിക്കുകയും മാധ്യമ മുതലാളിമാർ മേടിച്ച പണത്തിൻ്റെ നന്ദി കാണിക്കാൻ
തങ്ങളുടെ കീഴിലുള്ള ജീവനക്കാരോട് ആവശ്യപ്പെടുകയും അതിലും തീർന്നില്ല. അങ്ങനെ മാധ്യമ മുതലാളിമാർ ആവശ്യപ്പെട്ടതനുസരിച്ച് എല്ലാ മൊറാലിറ്റിയും കളഞ്ഞ് മാധ്യമ പ്രവർത്തകർ ഈ പണിക്ക് നിൽക്കുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആരോപിച്ചതിനെ സംബന്ധിച്ച് അവർ തന്നെ മറുപടി പറയട്ടെ എന്നുള്ളതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യമെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് രാവിലെ പത്രം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ കണ്ടത് KPCC പ്രസിഡന്റും ദീപാദാസ് മുൻഷിയും അടങ്ങുന്ന അവരുടെ ഒരു യോഗത്തിൻ്റെ ഒരു വാർത്ത ഒരു പത്രത്തിൽ കണ്ടാണ്. അതിൽ എഴുതിയിരിക്കുന്നത് 20 ലക്ഷം K-ഫോൺ കണക്ഷൻ എന്ന് പറഞ്ഞ സർക്കാർ ഇപ്പോൾ 1 ലക്ഷം K-ഫോൺ കണക്ഷൻ കൊടുത്തപ്പോൾ തന്നെ അത് വലിയ പബ്ലിസിറ്റി ആക്കുന്നു എന്ന് പറയുന്ന ഒരു ധാർമ്മിക രോഷം കോൺഗ്രസിൽ ഞാൻ കാണുകയുണ്ടായി. ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് K-ഫോണിൻ വരുന്നതിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് പഴയ നിയമസഭാ രേഖകൾ എടുത്താൽ മനസ്സിലാകും. K-ഫോൺ എന്ന ഒന്നും ഉണ്ടാകില്ലെന്നും അത് കേരളത്തിൽ കാലുവെക്കാൻ ഇടമുണ്ടാകില്ലെന്നും വാദിച്ചവർ ഇപ്പോൾ അതിൻ്റെ എണ്ണത്തിലേക്ക് മാറി. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ എണ്ണത്തിലേക്ക് മാറി. കേരളം ചില പുതുത് കരഗതമാക്കുകയാണ്. കേരളത്തിന് സ്വന്തമായി ചിലത് രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യത്തെ ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന പദ്ധതികളിൽ ഒരു ബദൽ അവതരിപ്പിക്കുന്ന കേരളം K-ഫോൺ അടക്കം കേരളത്തിൻ്റേതെന്ന് പറയാവുന്ന ചില പദ്ധതികൾ അവതരിപ്പിക്കുമ്പോൾ ആ പദ്ധതികളൊന്നും നട്ടാൽ മുളയ്ക്കില്ല എന്ന് പറഞ്ഞിരുന്നവർ പദ്ധതികളുടെ എണ്ണവും എന്തുകൊണ്ട് ഞങ്ങളുടെ പ്രദേശത്ത് നടപ്പിലാക്കിയിട്ടില്ല എന്ന കാര്യവും പറയുമ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത്. അതായത് കിഫ്ബി ഫണ്ട് വന്നപ്പോൾ ഇതുപോലെയായിരുന്നു, K-ഫോൺ വന്നപ്പോൾ ഈ തരത്തിൽ അതിനെ പൂർണ്ണമായി എതിർത്തു. എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് തന്നെ ഹൈക്കോടതിയിൽ ഈ K-ഫോണുമായി ബന്ധപ്പെട്ട് തന്നെയല്ലേ പോയത്. ആ ഘട്ടത്തിലല്ലേ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാദത്തെ ഹൈക്കോടതി വിമർശിക്കുകയും മറ്റും ചെയ്തു. ഇപ്പോൾ ഏതായാലും K-ഫോൺ സ്വീകാര്യമായി എന്നുള്ളതാണ് അതിൽ കാണുന്നത്. അല്ല, K-ഫോൺ സ്വീകാര്യമായി എന്നുള്ളത് മാത്രമല്ല കാണേണ്ടത്. ഇപ്പോൾ എല്ലാവരും പറയുമ്പോൾ ഏറ്റവും ഗൗരവമായിട്ട് പിന്നെ പറയുന്നത് കോടതിയുടെ പരാമർശങ്ങളെക്കുറിച്ചാണല്ലോ. കോടതി എന്താ പരാമർശിച്ചത്? കോടതി ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വരുന്ന ഘട്ടത്തിൽ കോടതി ചോദിച്ച ചോദ്യം ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അതോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്നാണ്. അത്രയല്ലാതെ കോടതി ഇനി എന്താ ചോദിക്കാതിനേക്കാൾ കൂടുതൽ. അപ്പോൾ പൊതു താല്പര്യമല്ല പരസ്യ താല്പര്യമാണ് എന്ന് ഞങ്ങൾ മാധ്യമങ്ങൾ കൊടുത്ത പൈസയെക്കുറിച്ചല്ല കോടതി പറഞ്ഞത്. അപ്പീലുമായി ചെന്നപ്പോൾ സാധാരണ നിലയിൽ അതിനെതിരായിട്ടുള്ള ഹർജിയുമായി ചെന്നപ്പോൾ ഓടിപ്പിക്കുക എന്നൊക്കെ മലയാളി ചൊല്ലുന്നൊരു പദമുണ്ട്. അതിന് തുല്യമായ വിധത്തിൽ K-ഫോണിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ എത്ര ആരോപണങ്ങൾ അങ്ങനെ തുടങ്ങിയാൽ സത്യത്തിൽ ഈ കേരളത്തിലെ ഗവൺമെൻറ് അത് രൂപീകരിക്കപ്പെട്ട ഘട്ടം മുതൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളും അതിൻ്റെ ഇപ്പോഴത്തെ നിജസ്ഥിതിയും കൂടി ഒരു പൊതുജനത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിച്ചാൽ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയതാണ് K-ഫോണിൻ്റെ കാര്യത്തിലുണ്ടായിരുന്ന എതിർപ്പുകളെല്ലാം പ്രതിപക്ഷം അവസാനിപ്പിച്ച് ജനങ്ങൾ ആ പദ്ധതി എടുത്തു. ആ പദ്ധതി ഗൗരവമായി മുന്നോട്ട് പോകുന്നതോടെ K-ഫോണിന് മുൻപിൽ കിഫ്ബിക്ക് മുമ്പ് നിരുപാധികം കീഴടങ്ങിയതുപോലെ പ്രതിപക്ഷം കീഴടങ്ങി എന്ന് 4-ാം വർഷത്തിൻ്റെ ഈ പ്രോഗ്രസ് കാർഡ് ദിവസം ഒരു കൺക്ലൂഷൻ അതിൽ സാധ്യമാണെന്ന് തോന്നുന്നു. അല്ല, നമ്മളിപ്പോൾ 2016-17 കിഫ്ബി മുതൽ കഴിഞ്ഞ 9 വർഷക്കാലമായി ആരോപണം ഉന്നയിക്കുകയും ആ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിൻ്റെ ഭാഗമായി സർക്കാർ നടപ്പിലാക്കുന്ന കാര്യം ഞങ്ങൾക്കും വേണം എന്നാവശ്യപ്പെടുകയും അതിൻ്റെ എണ്ണത്തെക്കുറിച്ച് പിന്നീട് തർക്കിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം പൊതുവിൽ നിയമസഭയ്ക്കകത്തും പുറത്തും കാണാനുണ്ട്. ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ചൊരു അഭിപ്രായം പറയേണ്ടത്. സർക്കാരിനെ സംബന്ധിച്ച് സന്തോഷം തോന്നുന്നൊരു കാര്യമാവില്ലേ? കാരണം നിങ്ങളെ നിശിതമായി എതിർത്തവർ പോലും നിങ്ങൾ കൊണ്ടുവന്ന പദ്ധതികൾ, ജനങ്ങൾക്ക് ഗുണകരമാകുന്ന പദ്ധതികൾ മെല്ലെ മെല്ലെ അവർക്കും സ്വീകാര്യമാകുന്നു, അവരും അതിൻ്റെ പങ്കാളികളാകുന്നു എന്ന് പറയുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ച് ജനാധിപത്യപരമായി ഒരു വലിയൊരു കാഴ്ചയാണ് സത്യത്തിൽ പുറത്തു നിൽക്കുന്ന മനുഷ്യരെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് KPCC പ്രസിഡന്റിനോട് ഇന്നത്തെ ദിവസം തന്നെയുള്ള ഞങ്ങളുടെ സ്നേഹപൂർവമായ അഭ്യർത്ഥന, ചേർന്ന് നിൽക്കുക, കൂട്ടു നിൽക്കുക. 1 നിന്ന് 20 നമുക്ക് എത്രമാത്രം കൊണ്ടുപോകാൻ പറ്റും അത്രയും കൊണ്ടുപോകാം, ഒരു പ്രയാസവും ഇല്ല. പക്ഷേ അത് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് എന്നൊരു അംഗീകാരം KPCC പ്രസിഡന്റ് നൽകിയതിലുള്ള സന്തോഷം ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്താതെ നിവൃത്തിയില്ല. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെൻറ്റിനൊരു അംഗീകാരമാണ്. ഇത് ശരിയായിരുന്നു എന്നിപ്പോൾ ഒരു കാര്യം കൂടി, പ്രതിപക്ഷ നേതാവിൻ്റെ ഫേസ്ബുക്ക് പേജ് നോക്കിയപ്പോൾ നിങ്ങൾ ഈ 4-ാം വാർഷികത്തിൻ്റെ ഭാഗമായി മന്ത്രിമാരും മുഖ്യമന്ത്രി എല്ലാം കൂടി ചേർന്ന് ഒരു കേക്ക് മുറിച്ചു. ആ ഒരു ചടങ്ങിനെയും യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളം നേരിടുന്ന രൂക്ഷമായിട്ടുള്ള വന്യജീവി ആക്രമണവും മനുഷ്യരുടെ ജീവിത പ്രശ്നവുമായി, മലയോരത്തിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെടുത്തി നിങ്ങളുടെ കേക്ക് മുറി ആഘോഷത്തെ ആഘോഷമാക്കി ഈ കാലത്തെ വേറൊരു തരത്തിൽ വിമർശനപരമായി അദ്ദേഹം സമീപിക്കുന്ന ഒരു റീല് കാണാനിടയായി. അത് ആ ചിത്രത്തിൽ എനിക്ക് തോന്നുന്നു മന്ത്രിയും ഉണ്ടെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും ഞാനും ഉണ്ട്. അതുകൊണ്ട് തന്നെ മറുപടിയും വേണമല്ലോ. അല്ല, ഉറപ്പായിട്ടും ഞാനും ഉണ്ട് എന്ന് മാത്രമല്ല, ആ ചിത്രം സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ എല്ലാവർക്കും കാണാൻ പറ്റും. അത് ഞങ്ങൾ അന്ന് നടക്കുന്ന ക്യാബിനറ്റിൻ്റെ ദിവസം, ഓൺലൈനാണ് ക്യാബിനറ്റ് എങ്കിലും മുഖ്യമന്ത്രി ഉള്ളിടത്ത് കുറച്ച് ആളുകൾ ഉണ്ടാവുക സാധാരണ നിലയിൽ ഉണ്ടാകും. അങ്ങനെ ഒത്തുചേർന്ന ആളുകൾ വളരെ
സാധാരണ നിലയിൽ ഒരു സിമ്പൽ പോലെ ഒരു ഗവൺമെൻറ്റിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ അന്ന് മധുരം പങ്കെടുത്തൊരു ചെറിയ അനുഭവം. അവിടെ വന്ന മാധ്യമപ്രവർത്തകരെല്ലാം ആ കേക്ക് കൊടുത്തു, എല്ലാവരും അത് കഴിച്ചു. അവർക്കെല്ലാവർക്കും അതിലുണ്ടായ സന്തോഷം ചെറുതായിരുന്നില്ല. മുഖ്യമന്ത്രി അത് വിതരണം ചെയ്യുമ്പോൾ ഒരു ഉദാഹരണമല്ല, ഞങ്ങൾ കൂടി അതിൽ പങ്കാളിയാകാം, ഒരു ആർഭാടത്തിൻ്റെ കെട്ടുകാഴ്ചകളും ഇല്ലാതെ ഈ ഒരു വിഷയവുമായി അതിനെ കണക്ട് ചെയ്യാൻ ശ്രമിച്ച പ്രതിപക്ഷ നേതാവിന്റെ ഒരു ശ്രമം അതിലുണ്ട്. അല്ല, ഒരു ക്ഷീരമുള്ളൊരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് കരുതി പോകരുത്. അതാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഈ കേരളത്തിലുണ്ടായിട്ടുള്ള എത്രയോ തുടർച്ചയായിട്ടുള്ള ദുരന്തങ്ങളും അനുഭവങ്ങളും ഉള്ളപ്പോൾ വ്യക്തിപരമായി ആരും പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല എന്നാണോ? വ്യക്തിപരമായി ആരും കുടുംബത്തിലെ വിവാഹം നടത്തിയിട്ടില്ല എന്നാണോ? വ്യക്തിപരമായി ആരും അവരവരുടെ ചെറുതോ വലുതോ ആയിട്ടുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്നാണോ? വന്യമൃഗശല്യത്തെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഷാർപ്പായിട്ടുള്ള നിലപാട് ഇന്ത്യയിലെടുത്ത ഒരു ഗവൺമെൻറ്റും അതിൻ്റെ മുഖ്യമന്ത്രിയുമാണ് കേരളത്തിനുള്ളത്. അത് പറയേണ്ട ഘട്ടത്തിൽ ഏറ്റവും ഗൗരവമായിട്ടത് അവരെ അവരുടെ വിധിക്ക് വിടുന്ന സർക്കാരാണിതെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് ഒരു ഗവൺമെൻറ്റിനെതിരെ എടുക്കാൻ പറ്റുന്ന ആവനാഴിയിൽ എല്ലാ ആയുധങ്ങളും പല വിധത്തിൽ മൂർച്ച കൂട്ടി ഇറക്കിയിട്ടും അതൊന്നും ഇവിടെ വിലപ്പോകില്ല എന്ന് കരുതുന്നത് ആ ആരോപണങ്ങളെ മുഖവിലേക്ക് എടുക്കാത്തതുകൊണ്ടല്ല, ആ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളുടെ ജെനുവിറ്റി നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ലക്ഷ്യം ഇനി ബാക്കിയുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അതിൽ പ്രതീക്ഷിക്കാത്ത ചിലതും കൂടി കേരളത്തിൽ ഈ വരാൻ പോകുന്ന അവസാനത്തെ വർഷം നമ്മൾ ഈ സാമ്പത്തികമായി കേരളത്തെ കടുത്ത വിധത്തിലുള്ള തകർച്ചയ്ക്ക് വിധേയമാക്കാൻ ശ്രമിച്ചിട്ടും ആഭ്യന്തരമായിട്ടുള്ള വരുമാനത്തിൻ്റെ വർധനവിലൂടെ കേരളം അതിനെ മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ശരത്ത്, ഈ ക്രൂഷ്യൽ ഘട്ടത്തിൽ 2020-21 44% കേരളത്തിന് കിട്ടിയ റവന്യൂ വരുമാനത്തിൻ്റെ വിഹിതം നൽകിയിരുന്ന കേരളത്തിൽ ഇപ്പോൾ അത് 25% ചുരുക്കി. അതൊരു ചെറിയ 10,000-ലേറെ കോടിയുടെ സംഖ്യ വിഹിതത്തിൽ പോലും കുറവ് വരുത്തിയിട്ടും ഒരു പ്രകടനപത്രികയിലെ വാഗ്ദാനവും നടപ്പിലാക്കാതിരിക്കുന്ന വിധത്തിൽ അഥവാ എല്ലാം നടപ്പിലാക്കുന്ന വിധത്തിൽ ഒരു ഗവൺമെൻറ്റിനും പോകാൻ കഴിയുന്നത് ആ ഗവൺമെൻറ് ഉയർത്തിപ്പിടിക്കുന്ന ഇച്ഛാശക്തിയല്ലേ. ഇതിനേക്കാൾ വലിയ ദുരന്തം പ്രകൃതി ദുരന്തമല്ല, കേന്ദ്ര ഗവൺമെൻറ് തന്നെ നേരിട്ട് കഴുത്ത് പിടിച്ച് ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു ദുരന്തം നേരിട്ട ഏത് ഗവൺമെൻറ് ഉണ്ട് ഇന്ത്യയിൽ? ആ ഗവൺമെൻറ് ഇതുപോലൊരു സാഹചര്യത്തിൽ ഒരു ഹൈപ്പോത്തറ്റിക്കലാണ്, സാങ്കല്പിക ചോദ്യം, കേരളം ഭരിക്കുന്നത് UDF ആയിരുന്നെങ്കിലോ? താങ്കളൊരു പതിറ്റാണ്ടുകളുടെ പഴക്കവും തഴക്കവും എന്നൊരു രാഷ്ട്രീയ നേതാവ് കൂടിയാണല്ലോ. ഈ കാലത്ത് UDF ആണ് കേരളം ഭരിച്ചിരുന്നതെങ്കിലോ? അല്ല, അത് ജനങ്ങൾ തന്നെ കാണേണ്ട മറുപടി ആയിരിക്കും. കാരണം അവർക്ക് നേരത്തെ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ നിപ്പയിലും ഓക്കിയിലും പ്രളയത്തിലും കോവിഡിലും ഏറ്റവും അവസാനം ഉണ്ടായ ചൂരൽമല ദുരന്തത്തിൽ പോലും ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് ഇതിനോടൊക്കെ കാണിക്കുന്ന ഒരു ഇച്ഛാശക്തി എന്ന ചോദ്യം ജനങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു കാര്യമല്ലേ. അപ്പോൾ ഒരു ദുരന്ത മുഹൂർത്തത്തിൽ കേരളം പ്രകൃതി ദുരന്തങ്ങളെ നേരിടുകയും കേന്ദ്ര ഗവൺമെൻറ് ബോധപൂർവം ഉള്ള സംവിധാനങ്ങൾ നേരിടുകയും ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ കൂടി അംഗമായൊരു മന്ത്രിസഭ ആയതുകൊണ്ട് മാത്രം പറയുന്നതല്ല, രാഷ്ട്രീയമായി പഠിക്കുന്നവർക്ക് ചരിത്രമുള്ളിടത്തോളം കാലം അവരുടെ വർക്ക് സ്റ്റഡിക്ക് പറ്റിയ ഒരു പാഠപുസ്തകമാണ് യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ പഠന കാലയളവ്. അത് ഇനി ഇവർക്ക് മാത്രമല്ല തലമുറകൾക്കും സംസ്ഥാനങ്ങൾക്കും പഠിക്കാൻ. ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുകയും പ്രതിപക്ഷം കേരളത്തിന് അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകാതെ മറ്റൊരിടത്ത് പോയി നിൽക്കുകയും അതേസമയം തന്നെ പല വിധത്തിലുള്ള ദുരന്തങ്ങൾ കേരളത്തെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു ദശാസന്ധിയിൽ എങ്ങനെയാണ് അതിനെ മറികടന്നുകൊണ്ട് പെൻഷൻ മുടങ്ങാതെ, പട്ടയം മുടങ്ങാതെ, വീട് കൊടുക്കാതിരിക്കാതെ, വീട് എല്ലാവർക്കും കൊടുത്ത് എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് കടക്കാൻ പറ്റുക? ഞാൻ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ 4ാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായിട്ട് ഒരു കുട്ടികളുടെ പരിപാടി പോയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിയെ, ജനിച്ച് 4ാം ക്ലാസ് വരെ പഠിച്ച ഏതെങ്കിലും ഒരു കുട്ടിയോട് പവർ കട്ട് എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് മറുപടി പറയാൻ പറ്റുമോ? കുട്ടിക്ക് മറുപടി പറയാൻ പറ്റില്ല. കാരണം കുട്ടി പവർ കട്ട് ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും എന്ന് പറയുന്ന ഒരു സാമൂഹ്യ സങ്കല്പത്തിലേക്ക് കൊണ്ടുപോകുന്ന ഗവൺമെൻറ് കേവലം 5 വർഷക്കാലം ഭരിച്ചൊരു ഗവൺമെൻറ് അല്ല,
തലമുറകൾക്ക് പാഠപുസ്തകമാക്കി മാറ്റാനുള്ള പറ്റാവുന്ന വിധത്തിലുള്ള ഒരു ഗവൺമെൻറ്റാണ്. പല രാഷ്ട്രീയ എതിർപ്പുകൾ കൊണ്ടാകാം ഇന്ന് റിസർവേഷൻസ് കാട്ടുന്നവർ പോലും നാളെ വളരെ മാതൃകാപരമായ ഒരു ടെക്സ്റ്റ് ബുക്കായി ഈ സർക്കാരുകളെ വിലയിരുത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ ഒരു കാര്യം ഇപ്പോൾ യഥാർത്ഥത്തിൽ പലപ്പോഴും LDF UDF സർക്കാരുകളെ തമ്മിലാണ് താരതമ്യം ചെയ്യാറുള്ളത്. ഇപ്പോൾ നോക്കിയാൽ UDF സർക്കാരിനെ കുറിച്ചൊന്നും അധികം കറകളഞ്ഞ കോൺഗ്രസ്സുകാരോ UDF അനുഭാവികൾക്കോ അപ്പുറം ഒരു UDF സർക്കാർ ആ UDF സർക്കാരുമായിട്ടുള്ളൊരു LDF താരതമ്യത്തിനൊന്നും ഒരുവിധം ആരും മുതിരുന്നില്ല. പകരം നിങ്ങളുടെ തന്നെ രണ്ട് സർക്കാർ തമ്മിലുള്ള മത്സരബുദ്ധിയോടുള്ള താരതമ്യമാണ്. LDFൻ്റെ 2016 മുതൽ 21 വരെയുള്ള ഒന്നാം LDF സർക്കാർ, 2021 മുതൽ ഇപ്പോഴും തുടരുന്ന രണ്ടാം LDF സർക്കാർ, ഇത് തമ്മിലുള്ളൊരു താരതമ്യം ജനങ്ങൾക്കിടയിൽ സംഭവിക്കുന്നുണ്ടോ? അല്ല, ഒരു LDF സർക്കാരിൻ്റെ തുടർച്ചയാണ് രണ്ടാമത്തെ LDF സർക്കാർ. ഒന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സംഭവം ആന കയറിയ കരിമ്പിൻതോട്ടം പോലെ കേരളം തകർത്തിട്ട ഒരു ഖജനാവിൻ്റെ മുമ്പിൽ നിന്നാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ കൂടുതൽ കഴുത്തു പിടിച്ച് ഞെരിക്കാൻ ശ്രമിച്ച കാലത്താണ് അതിൻ്റെ തുടർച്ച എന്നുള്ളതാണ്. ഇപ്പോൾ 1,16,000 കോടി രൂപയുടെ എക്സ്പെൻഡിച്ചർ ഒന്നാം ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായെങ്കിൽ ആധുനിക കാലത്തിൻ്റെ ചെലവുകൾ വർദ്ധിച്ചതോടെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 1,74,000 കോടി രൂപയുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടായ ഒരു കാലമാണ്. അതൊരു ചെറിയ കാലമായിട്ട് കാണാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഇത്തവണ ബാലഗോപാലൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൻ്റെ പ്രത്യേകത കേരളം രൂപീകൃതമായതിനു ശേഷം ഏറ്റവും വലിയ സംഖ്യ 2 ലക്ഷം കോടിയിലധികം വരുന്ന സംഖ്യയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടൊരു കാലമാണ് ഈ കാലം. ഒന്നാം ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ് രണ്ടാം ഗവൺമെൻറ്, രണ്ടാം ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായിരിക്കും മൂന്നാം ഗവൺമെൻറ്. അപ്പോൾ ഈ തുടരും എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു എന്താ പറയുന്ന ഒരു വിശേഷണത്തിലേക്ക് തന്നെയാണോ, ടാഗ്ലൈനിലേക്ക് തന്നെയാണോ ശ്രീ രാജൻ നിൽക്കുന്നത്? അല്ല, ഉറപ്പായിട്ടും. കാരണം കേരളത്തിൻ്റെ ജനതയ്ക്ക് ആശ്രയിക്കാവുന്ന ഏക രാഷ്ട്രീയ സമവാക്യം ഇതാണ്. കേരളത്തിൽ ഉയർന്നു വരുന്ന പല വിധത്തിലുള്ള സമരങ്ങളുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാലറിയാം, അത് സർക്കാരിൻ്റെ യഥാർത്ഥത്തിൽ സർക്കാരിനെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, പിന്നെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കേണ്ട ചില പദ്ധതികൾ കേരളത്തിൻ്റെ തലയ്ക്ക് മീതെ നടത്താനുള്ള ചില ശ്രമങ്ങൾ. അതല്ലാതെ കേരളം പ്രഖ്യാപിച്ചതോ കേരളം നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചതോ ആയ പദ്ധതികളിൽ ഏതെങ്കിലും വിധത്തിലുള്ള വീഴ്ചകളുണ്ടായ 9 വർഷക്കാലമായില്ലേ, ആരോപിച്ചതല്ലാതെ ഒരു അഴിമതി ആരോപണം, ശരിയാണെന്ന് ആർക്കെങ്കിലും ബോധ്യപ്പെടാവുന്ന വിധത്തിൽ ഒരു അഴിമതി ആരോപണം വല്ല നാട്ടിലെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വിജിലൻസ് പിടിക്കുന്നതല്ലാതെ നാട്ടിൽ അതിനെതിരായിട്ടുള്ള നടപടിയും വളരെ കർശനമായിട്ട് നമ്മൾ എടുത്തു പോകുന്നുണ്ട്. നാട്ടിലെ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനോ ഭരണ നേതൃത്വത്തിനോ എതിരായിട്ടുള്ള യഥാർത്ഥത്തിൽ ഒരു അഴിമതി ആരോപണം പോലും ഗൗരവത്തോട് ഉന്നയിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആരോപണമൊന്നും ഉന്നയിക്കുക, എന്നിട്ട് അതിൻ്റെ തെളിവ് തരാൻ ഞങ്ങളോട് പറയുക. ഇല്ലാത്തൊരു ആരോപണത്തിൻ്റെ തെളിവ് ഞങ്ങളെങ്ങനെ കൊടുക്കും? ആവശ്യപ്പെടുന്ന എന്തും കൊടുക്കാൻ പറ്റുമെങ്കിലും ഈ പത്തനംതിട്ടയിലെ വള്ളസദ്യ പോലെ ആവശ്യപ്പെട്ടത് എന്തും കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിലും ഇല്ലാത്തൊരു ആരോപണം ഞങ്ങളെങ്ങനെ മറുപടി കൊടുക്കും? അപ്പോൾ അതല്ലാതെ ഏതാണ് 9 വർഷക്കാലത്തിനിടയിൽ ഈ ഗവൺമെൻറ്റിനെതിരെ ഉന്നയിച്ചതിൽ, ഞാൻ പറഞ്ഞത് ഉന്നയിച്ചതിൽ ഒരു വിത്ത് നട്ടാൽ ഒരു ചെറിയ ഇലയെങ്കിലും പുറത്തു വരാവുന്ന വിധത്തിലൊന്ന് നനച്ച് നട്ടാൻ പോലും പറ്റിയിട്ടുള്ള ഒരു ആരോപണവും ഇല്ല. പ്രതിപക്ഷത്തിൻ്റെ ഈ സ്ട്രാറ്റജിയെക്കുറിച്ച് നിങ്ങൾ മന്ത്രിമാരൊക്കെ തമ്മിൽ സംസാരിക്കുമ്പോൾ കെ രാജൻ്റെ മനസ്സിൽ നിൽക്കുന്ന പെട്ടെന്ന് ഓർമ്മ വരുന്ന നല്ല കമൻറ്റുകൾ എന്താണ്? നിങ്ങൾ ഒരു മന്ത്രി പോലും അഴിമതി ആരോപണം നേരിടാതെ, അല്ലെങ്കിൽ അങ്ങനെ വന്നാൽ പോലും അതിന് മുന്നോട്ട് പോകാനോ അതിജീവിക്കാതെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് മന്ത്രിമാർ നിങ്ങളുടെ സൗഹൃദ സംഭാഷണങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ കിട്ടിയ നല്ല കമൻറ്റിൽ ശ്രീ രാജൻ പെട്ടെന്ന് ഓർക്കുന്നത്? കാസർഗോഡ് വെച്ച് ഈ നമ്മുടെ കാലിക്കടവിൽ ഉദ്ഘാടന പരിപാടിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയോട് പറഞ്ഞു, മുഖ്യമന്ത്രി സത്യത്തിൽ ഭാഗ്യവാനാണ്. കാരണം ഈ ബഹിരാകാശത്ത് സുനിത വില്യംസ് 9 മാസക്കാലം വിട്ടുപോയത് പിണറായി വിജയൻ കാരണമാണെന്ന് ഇതുവരെ ആരും പറഞ്ഞില്ലല്ലോ. അതൊഴിച്ചെല്ലാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുന്ന ആരോപണങ്ങളിൽ ഒരു ഭയവും ഞങ്ങൾക്കില്ല. കാരണം ആരോപണങ്ങൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നേരത്തെയും പ്രതിപക്ഷം ഉണ്ടായിട്ടുണ്ട്, പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രമാത്രം ദുർബലമാകുന്ന വിധത്തിൽ ഓരോ ദിവസവും രാവിലെ പത്രസമ്മേളനം നടത്താൻ വേണ്ടി മാത്രം ഒരു ആരോപണത്തിന് സൃഷ്ടി ഉണ്ടാക്കുക എന്ന വിധത്തിൽ പ്രതിപക്ഷം പോലും തരം താന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളം കാണുന്ന ഏറ്റവും പ്രധാനം. നല്ല പ്രതിപക്ഷം എന്ന് പറയുന്നത്, സൃഷ്ടിപരമായ ഒരു പ്രതിപക്ഷം എന്നത് ഒരു നല്ല സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായ ഘടകം കൂടിയാണ് ജനാധിപത്യപരമായി. ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷമില്ലാതെ ഭരണം പൂർണ്ണമാകില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും പക്ഷമില്ലാത്തവരും ഒക്കെ കൂടിയതാണ് ഈ കേരളത്തിൻ്റെ സർക്കാർ, ആരുണ്ടായാലും. പക്ഷെ ആ പ്രതിപക്ഷം ഉണ്ടാകേണ്ടത് വളരെ ക്രിയേറ്റീവായിട്ടുള്ള വിമർശനങ്ങൾക്കാകണം.
കേരളത്തിനോട് കഠിനമായിട്ടുള്ള ഈ നടപടിക്കെതിരായി 2024 ഫെബ്രുവരി 8 കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കേരളം ഒരു സമരം നടത്തി. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അംഗമാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതിയിൽ അംഗമാണ്. ഞാൻ പറയും, ഈ മുന്നണി ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഈ വിഷയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചർച്ച ചെയ്ത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനോട് ഉപനേതാവിനോടാണ്. അതാണ് ജനാധിപത്യം. മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങൾക്കൊഴിവുള്ള സമയം, നിങ്ങൾക്കൊഴിവുള്ള ദിവസം, പാർലമെൻറ്റ് പിരിയുന്നതിന് മുമ്പ് ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ മുഴുവൻ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് കേരളത്തെ മാത്രമല്ല, കേരളം ഉൾപ്പെടെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുള്ള സംസ്ഥാനങ്ങളെ കഴുത്തു പിടിച്ച് ഞെരിച്ചു കൊല്ലുന്ന നടപടിക്കെതിരായി ഒരു ജനാധിപത്യ കേരളത്തിൻ്റെ ഒരു പ്രതികരണം ഡൽഹിയിൽ നടത്തണം. അന്ന് പ്രതിപക്ഷ നേതാവും ഉപനേതാവും കണക്കുകൾ ഉൾപ്പെടെ വിശദീകരിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവും ഉപനേതാവും പറഞ്ഞത്, ഞങ്ങൾ ഈ സമരത്തിൽ ഏതെങ്കിലും വിധത്തിൽ തർക്കമുണ്ട് എന്നല്ല. അവർ അന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞത്, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഞങ്ങളൊരു തീയതി പറയാം. അതായിരുന്നു ഒരു ജനാധിപത്യം. ജനാധിപത്യം അങ്ങനെയാണ് പൂർണ്ണമാകുക. പല വിഷയങ്ങളിലും, വഖഫ് നിയമം ഉൾപ്പെടെ പല വിഷയങ്ങളിലും കേരളത്തിൻ്റെ നിയമസഭയിൽ ഏകകണ്ഠമായ പ്രമേയങ്ങളാണ് വന്നിരുന്നത്. അതൊരു കേരളത്തിൻ്റെ തന്നെ ഒരു വലിയ അനുഭവമാണ്. ഏകകണ്ഠമായ പ്രമേയങ്ങൾ ഗവൺമെൻറ് അവതരിപ്പിക്കുന്നു, പ്രതിപക്ഷം അതിനകത്ത് കൂട്ടുചേരുന്നു, ക്രിയേറ്റീവായിട്ടുള്ള ഉൾപ്പെടുത്തലുകൾ ആവശ്യപ്പെടുന്നു. ആ വിധത്തിൽ കേരളം മനസ്സുകൊണ്ട് ഒരുമിച്ച് നിൽക്കാവുന്ന കേരളത്തിൻ്റെ അവകാശത്തിന് വേണ്ടിയുള്ള ഒരു സമരത്തിൽ പോലും ഈ 10 വർഷത്തിനിടയിൽ 9 വർഷത്തിനിടയിൽ പോസിറ്റീവായി പ്രതിപക്ഷം പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഈ ജനാധിപത്യം പ്രാവർത്തികമാക്കുന്നതിൽ മുഖം തിരിച്ചു എന്നുള്ളതാണ് അർത്ഥം. അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലെഴുതി വയ്ക്കും എന്നുള്ളത് നമ്മൾ കാണും. അപ്പോൾ മുനമ്പത്തിൻ്റെ കാര്യത്തിൽ ജനങ്ങൾക്ക്, അവിടുത്തെ ജനങ്ങൾക്കടക്കം വിശ്വസിക്കാൻ കഴിയുന്നൊരു സംവിധാനം എന്ന് പറയുന്നത് സർക്കാരാണ്, സംസ്ഥാന സർക്കാരാണ് എന്ന് കുറേ കൂടി ബോധ്യപ്പെട്ടൊരു കാലത്താണോ കേരളം ഇപ്പോൾ നിൽക്കുന്നത്? ഇനിയിപ്പോൾ ജസ്റ്റിസ് രാമേന്ദ്രൻ നായരുടെ കമൻറ്റൊക്കെ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. റിപ്പോർട്ട് നൽകാൻ പോകുന്നു, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വന്നതൊക്കെ മിനിസ്റ്ററുടെ ശ്രദ്ധയിലുണ്ട്. ഞാൻ അതുകൂടി വെച്ചാണ് ചോദിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രനെ ഒരു അന്വേഷണ കമ്മീഷനാക്കി വെച്ചുകൊണ്ട് എന്താണ് ഗവൺമെൻറ് തീരുമാനിച്ചത്? ഗവൺമെൻറ് തീരുമാനിച്ചത് മുനമ്പത്തെ ജനങ്ങളുടെ മുഴുവൻ റവന്യൂ അവകാശങ്ങളും ലഭ്യമാക്കാൻ പല വിധത്തിലുള്ള സാധ്യതകൾ ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഒരു ഫാക്ട് ഫൈൻഡിങ് വേണം. അതിനാണ് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം സി എൻ രാമേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷനെ നിയമിക്കാനിടയായത്. ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് കിട്ടിയാൽ എന്തും തീരുമാനിക്കാമെന്നല്ല, മുനമ്പത്തെ മുഴുവൻ ജനങ്ങൾക്കും 4ാം വാർഷികത്തിൻ്റെ സമാപന യോഗത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന ആത്മവിശ്വാസത്തോടെ പറയുന്നു, മുനമ്പത്തെ അർഹമായ മുഴുവൻ മനുഷ്യർക്കും പൂർണ്ണമായ റവന്യൂ അവകാശങ്ങൾ ഒരു നിയമത്തിൻ്റെയും ബലമില്ലാതെ കൃത്യതയോടുകൂടി കേരളത്തിലെ ഗവൺമെൻറ് കൊടുക്കും. അതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. മെയ് മാസമാണ് അതിൻ്റെ കാലാവധി പറഞ്ഞിട്ടുള്ളത്. മെയ് മാസത്തിൽ തന്നെ അത് കിട്ടുകയും അത് ജനങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്യും. സർക്കാർ ചർച്ച ചെയ്യേണ്ടി വരുന്ന ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെതായി ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട്. അതായത് ഈ പ്രശ്നപരിഹാരം സാധ്യമല്ല, ആ ഭൂമി സർക്കാർ ഏറ്റെടുക്കണം എന്നതുപോലെയുള്ള നിർദ്ദേശങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെതായി വാർത്തകൾ സർക്കാർ പരിശോധിക്കേണ്ടതായ, ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. സി എൻ രാമചന്ദ്രൻ്റെ ജസ്റ്റിസിൻ്റെ റിപ്പോർട്ട് വരട്ടെ, അത് പരിശോധിക്കും. പല വിധത്തിലുള്ള ഈ ഭൂമിയുടെ വഖഫാണോ, ഭൂമിയിൽ ട്രൈബ്, പിന്നെ നമുക്ക് ലാൻഡ് ട്രിബ്യൂണൽ വഴി കൊടുക്കാവുന്ന വിധത്തിലുള്ള പട്ടയാണ്, ഇങ്ങനെ പല ആശയങ്ങൾ വന്ന ഘട്ടത്തിലാണ് ഒരു ഫാക്ട് ഫൈൻഡിങ്ങിന് വേണ്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ റിപ്പോർട്ട് വരട്ടെ. ഊഹാപോഹങ്ങളിൽ നിന്നൊരു അഭിപ്രായം പറയേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ. തീർച്ചയായും ഞാൻ പറഞ്ഞതുപോലെ അവിടുത്തെ ഏറ്റവും സാധാരണക്കാരായ അർഹരായ ജനങ്ങൾക്ക് അവകാശങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യം ഒരു തരി പോലും പുറകോട്ടില്ല. അതിനെന്താണോ വേണ്ടത് അത് അന്വേഷിക്കാനാണ് ഒരു കമ്മീഷനെ ചുമതലപ്പെടുത്തിയത്. അവർ ഈ ഭൂമിയുടെ നിജസ്ഥിതിയും കണ്ടെത്തി സമർപ്പിക്കും. അതിന് യഥാർത്ഥത്തിൽ ഒരു നിയമപരമായിട്ടുള്ള വെറ്റിംഗ് വേണ്ടി വരും, ഒരു ലീഗൽ വെറ്റിംഗ് ആവശ്യമായിരിക്കും. ആ ജോലിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനെന്താണോ വേണ്ടത് അത് അന്വേഷിക്കാനാണ് ഒരു കമ്മീഷനെ ചുമതലപ്പെടുത്തിയത്. അവർ ഈ ഭൂമിയുടെ നിജസ്ഥിതിയും കണ്ടെത്തി സമർപ്പിക്കും. അതിന് യഥാർത്ഥത്തിൽ ഒരു നിയമപരമായിട്ടുള്ള വെറ്റിംഗ് വേണ്ടി വരും, ഒരു ലീഗൽ വെറ്റിംഗ് ആവശ്യമായിരിക്കും. ആ ജോലിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൽ വഖഫ് നിയമത്തിന് ഈ പറയപ്പെടുന്ന കൊട്ടിഘോഷങ്ങളിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടില്ലേ? നന്ദി മോദി നന്ദി എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി നടത്തിയ യോഗത്തിൽ വന്ന കേന്ദ്രമന്ത്രി പറഞ്ഞത് നന്ദി പറയാൻ വരട്ടെ, അതിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്.
അത് തന്നെ പ്രധാനപ്പെട്ട. കിരൺ റിജിജു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സുപ്രീം കോടതിയിൽ അടക്കം പോയി നിയമ പോരാട്ടം തുടരണം എന്നാണ്. കേരള സർക്കാർ അവരോട് പറയുന്നത് നിങ്ങളുടെ പോരാട്ടങ്ങൾക്കൊപ്പം സർക്കാരുണ്ട്, സർക്കാർ അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് അവർക്ക് വേണ്ടത് ചെയ്യും എന്ന നിലയിലാണ്. ഇതിൽ തമ്മിൽ ഈ നിലപാടുകളിലൊരു ഏക നിലപാടല്ല, വ്യത്യസ്തമായ നിലപാടാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ. അതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം ഈ മുനമ്പത്തെ ഈ പ്രശ്നം അവിടുത്തെ MLA ആയിട്ടുള്ള ശ്രീ ഉണ്ണികൃഷ്ണൻ സബ്മിഷനായി കേരളത്തിൻ്റെ നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ ഞാനും ബഹുമാനപ്പെട്ട നിയമവകുപ്പ് മന്ത്രിയും വഖഫ് മന്ത്രിയും ചേർന്ന് ഒരു യോഗം നടത്തി. റവന്യൂ വകുപ്പ് ആദ്യം പ്രഖ്യാപിച്ചത് അവർക്ക് കരമടയ്ക്കാനും പോക്കുവരവ് നടത്താനുള്ള അവകാശത്തെക്കുറിച്ചാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ സുപ്രീം കോടതിയെക്കുറിച്ച് റിജിജു പറഞ്ഞതിൽ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ്. അതിനെതിരായി കോടതിയിൽ പോയി സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ഒരാൾ മേടിച്ചു വന്നപ്പോൾ അപ്പീൽ പോയതാരാ? കേരള ഗവൺമെൻറ്റാണ്. ആർക്കു വേണ്ടി അപ്പീൽ പോയി? മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി അപ്പീൽ പോയി. കോടതിയെ സമീപിച്ച് ആ പോക്കുവരവും പിന്നെ നികുതി അടയ്ക്കാനുള്ള അവസരത്തിന് വേണ്ടി നിലവിലുള്ള കോടതിയിലെ കേസ് ജഡ്ജിമെൻറ്റ് മോഡിഫൈ ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അത് മോഡിഫൈ ചെയ്തു. അതിനെതിരായി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി. അതിനെതിരായി ഇപ്പോൾ കോടതിയിൽ കേസ് പോയിട്ടുള്ളത് ജനങ്ങളോട് നിങ്ങൾ കേസ് പോയി അവകാശം മേടിച്ചോളാനല്ല ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ കേസ് പോവുകയാണ്, സർക്കാർ കേസ് പോവുകയാണ്. സർക്കാർ ആരുടെ പക്ഷമാണ്? മുനമ്പത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ പക്ഷമാണ്. അവർക്ക് വേണ്ടി കോടതിയെ സമീപിക്കും. അവരുടെ റവന്യൂ അവകാശങ്ങൾ അർഹരായവർക്ക് പൂർണ്ണമായും വാങ്ങി നൽകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സർക്കാർ അവരോടൊപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 4ാം വർഷത്തിലേക്ക് കിടക്കുമ്പോഴും 2ാം ഗവൺമെൻറ് കൂടി കൂട്ടുമ്പോൾ 9ാം വർഷത്തിലേക്ക് പോകുമ്പോഴും ജനങ്ങൾ പൂർണ്ണമായും അവരായിരുന്നു, അവരോടൊപ്പമായിരുന്നു സർക്കാർ പൂർണ്ണമായിട്ടും. അവർക്ക് വിലയിരുത്താൻ വേണ്ടിയാണ് എല്ലാ വർഷവും റിപ്പോർട്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ആ റിപ്പോർട്ട് ഇന്നേ വരെ ഞങ്ങൾ പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് ഇന്നേ വരെ ഏതെങ്കിലും വലിയ വലതുപക്ഷ മാധ്യമ പുങ്കവന്മാർ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്കൊരു സന്തോഷകരമായ കാര്യം. എന്തായാലും ജനങ്ങളുടെ ഇച്ഛയ്ക്കും ഇംഗിതങ്ങൾക്കും അനുസരിച്ച് ഒരുപക്ഷെ ഈ 9 വർഷക്കാലവും കാണാത്ത ഒരു ഗവൺമെൻറ്റിന് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാവുന്ന പുതിയ ആശയങ്ങളുടെ വളരെ സുഗമമായിട്ടുള്ള യാത്രയുമായി ഇനിയൊരു വർഷക്കാലം. ഏതായാലും ഈ 4ാം വാർഷിക ആഘോഷം എന്നത് ആ നിലയിലല്ലാതെ നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന വിഷയങ്ങളെ കൂടി ബന്ധപ്പെടുത്തിയാണ് ഇത്രയും നേരം റവന്യൂ മന്ത്രിയോട് സംസാരിച്ചത്. അതിൽ വികസനം എന്നത് മാത്രമല്ല മിനിസ്റ്റർ, നിങ്ങളുടെ ഒരു സർക്കാർ വികസനം, സമഗ്രമായ വികസനം, സാധാരണക്കാർ, അവരുടെ ക്ഷേമം, പാവപ്പെട്ടവർ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ പൊതുവായ വികസനം, ഇതിനെല്ലാം സമഗ്രമായി കൂട്ടിച്ചേർത്ത് പിടിക്കുമ്പോഴും കേരളത്തിൻ്റെ സവിശേഷമായ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നൊരു സർക്കാർ കൂടിയാണ് എന്ന് യഥാർത്ഥത്തിൽ മലയാളി സമ്മതിക്കുന്നൊരു കാലം. ഇപ്പോൾ ഉദാഹരണത്തിന് വേടൻ്റെ പ്രശ്നം വരുമ്പോൾ വേടനെ സംഘപരിവാർ കടന്നാക്രമിക്കുമ്പോൾ, വേട്ടയാടുമ്പോൾ അവിടെയും കൊടുക്കേണ്ട സംരക്ഷണം, കേരളത്തിൻ്റെ രാഷ്ട്രീയ സംരക്ഷണം കൂടി സർക്കാർ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ആ നിലയിലുള്ളൊരു കാലത്താണ് നിങ്ങളുടെ ഈ 4ാം വർഷം കടന്ന് 5ാം വർഷത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാ ആശംസകളും. അല്ല, ഉറപ്പായിട്ടും ആ കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ എപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ കൂട്ടത്തിലുണ്ടാവും. ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം പറയാം. 59-ൽ ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചിടാൻ നടത്തിയ വിമോചന സമരത്തിൻ്റെ പുതിയ പതിപ്പ് അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അന്നത്തെ മുദ്രാവാക്യത്തിലേക്ക് കൂടി നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും, പാളയിൽ കഞ്ഞി കുടിപ്പിക്കും, ചാത്തൻ പൂട്ടാൻ പോകട്ടെ, ചാക്കോ നാട് ഭരിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചവർ ആ വിധത്തിലുള്ള സാമൂഹ്യ അനീതിയുടെ പക്ഷം പിടിക്കാൻ ശ്രമിക്കുമ്പോൾ സർക്കാരിൻ്റെ പക്ഷം സാധാരണ ജനങ്ങളുടെ പക്ഷമായിരിക്കും. ആ പക്ഷത്തു നിന്ന് ഉറക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നവരോട് ഒപ്പമായിരിക്കും. അക്കാര്യത്തിൽ എല്ലാ വിധത്തിലുള്ള സംരക്ഷണങ്ങളും സംഘപരിവാരത്തിൻ്റെ ആക്രമണത്തിനെതിരായി വേടന് മാത്രമല്ല ആ വിധത്തിൽ ഉയർന്നു വരുന്ന എല്ലാവർക്കും സാമൂഹ്യനീതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ശശികലമാർ ഇറങ്ങിയിട്ടുണ്ട്. ശശികലമാർ ഏതായുധവും എടുത്ത് പിന്നെ രംഗത്തിറങ്ങട്ടെ. ഈ സർക്കാരിനേക്കാൾ വലിയ പരിച മതനിരപേക്ഷതയ്ക്കും അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സംരക്ഷണത്തിനും വേണ്ടി ജനാധിപത്യ ഇന്ത്യയിൽ വേറെ ഉണ്ടാകില്ല. ആ പരിചയം ആ തണലുമുണ്ട് ഈ കേരളത്തിൽ എന്നുള്ളത് കൊണ്ട് ഒരു പ്രയാസവും സാമൂഹ്യനീതിയുടെ കാര്യത്തിൽ ആർക്കും കുറവുണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ഈ അവസരം നമ്മൾ ഉപയോഗിക്കും. ഏതായാലും ഈ പറഞ്ഞതിലൊക്കെ അപ്പുറത്തേക്കുള്ള ഏറ്റവും ഉള്ളിലേക്കെടുക്കുന്ന വാചകം അല്ലെങ്കിൽ ഒരു വാക്യം അതാണ്, ഈ മതനിരപേക്ഷയുടെ പരിചയമാണ് ഈ സർക്കാരും ഈ രാഷ്ട്രീയവും എന്നുള്ള. ഈ കാലത്തിനത് അനിവാര്യമാണ്. അത് ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഉറപ്പായിട്ടും ആ ചുമതലയായിരിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ കൂടി നേതൃത്വം ഉണ്ടാകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ മുഖഛായ. അപ്പോൾ ഏതായാലും കുട്ടി പ്രോഗ്രസ് റിപ്പോർട്ടുമായി ജനങ്ങൾക്കിടയിലേക്ക് പൊക്കോളൂ. ആയിക്കോട്ടെ, ധൈര്യമായിട്ട്. താങ്ക് യു.